ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024-25 വർഷങ്ങളിൽ PSC ചോദിച്ചിരിക്കുന്ന IT വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ 50 ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നോക്കാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായിട്ട് കുറേയധികം ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടിയിട്ട് സ്വാഗതം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്യും. നോക്കാം. മാക് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റെതാണ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ആപ്പിൾ ആണ്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആരുടേതാണ്? ഗൂഗിളിൻ്റെതാണ്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിള്. എഡ്ജ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റിൻ്റെതാണ് എഡ്ജ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് എഡ്ജ്. മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിള്, എഡ്ജ് സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ്, മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമുള്ളത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാനായിട്ട് AI ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് ഡീപ്പ് ഫേക്ക് എന്നാണ്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാനായിട്ട് AI ഉപയോഗിക്കുന്നത് ഡീപ്പ് ഫേക്ക് എന്നറിയപ്പെടുന്നു. ഡാം എന്നത് ഒരു മാൽവെയർ ആണ്. ഡാം എന്നത് ഒരു മാൽവെയർ ആണ്. ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിന് പറയുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? MS വേർഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ ആയാലും ഏത് പറയാം, ഏത് ആപ്പുകളുണ്ടല്ലോ, അതെല്ലാം ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇനി സെൻസിറ്റീവായ ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അതിന് പറയുന്ന പേര് ഫിഷിംഗ് എന്നാണ്. അത് ആ ഒരു രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആണ്. അപ്പൊ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ, അതായത് ബാങ്കിൻ്റെതോ ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റ് വിവരങ്ങളൊക്കെ, അത് ഒന്നുകിൽ ഒരു വിശ്വസനീയമായിട്ടുള്ള സ്ഥാപനം അല്ലെങ്കിൽ ആകർഷകമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അതിന് പറയുന്ന പേര് ഫിഷിംഗ് എന്നാണ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റ് ഫോർവേഡ് ചെയ്യുന്നു. അതായത് നമ്മൾക്കൊരു പാക്കറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ടറാണ്. ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് റൂട്ടർ, സ്വിച്ച്, ഹബ്ബ്, ഗേറ്റ് വേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ പാക്കറ്റ് ഫോർവേഡ് എന്ന ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഏതുമായി ബന്ധപ്പെട്ട? റൂട്ടർ. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പൊ ഇതൊരു പാക്കറ്റ് ആണ്, ഇതിനകത്ത് കുറച്ച് വിവരങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മൾക്കിപ്പോ ഒരു മെയിൽ വരത്തില്ലേ, അപ്പൊ അത് കറസ്പോണ്ടിങ് ആ ഒരു പോസ്റ്റ്മാൻ കൊണ്ടു തരുമ്പോൾ കറക്റ്റ് അഡ്രസ്സിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ റൂട്ട് ചെയ്ത് വിടുന്ന സംഭവമാണ് ഏത്? റൂട്ടർ. കറക്റ്റ് ആയിട്ട് പാക്കറ്റ് എങ്ങോട്ടേക്കാണ് വിടേണ്ടത്. ഇപ്പൊ നമ്മൾ കുറെ അധികം ഒരു ജംഗ്ഷൻ അത് ഇതുണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ ആ സ്ഥലത്തു നിന്ന് ഒരേ സ്ഥലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അയക്കുന്നത് പോലെ നമുക്ക് ഈ റൂട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഇങ്ങനെയുള്ള കണ്ടന്റിനെ പാക്കറ്റ് ഫോർവേഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? റൂട്ടർ എന്ന് പറഞ്ഞത്. തെറ്റിപ്പോവരുത്. റൂട്ട്, അതായത് കറക്റ്റ് ആയിട്ട് നമ്മൾ റൂട്ട് മാപ്പ് പോലെ തന്നെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് തെറ്റാനുള്ള ചാൻസ് ഹൈ ആണ്. യഥാർത്ഥ ലോകത്ത് ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. യഥാർത്ഥ ലോകത്ത് ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യ ഓഗ്മെന്റഡ് റിയാലിറ്റി. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ആണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മായ OS എന്ന് പറയുന്നത്. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം മായ OS. ബ്ലൂറേ ഡിസ്ക് എന്നത് ഏത് തരത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസ് ആണ്? ഒപ്റ്റിക്കൽ ആണ്. ബ്ലൂറേ ഡിസ്ക് എന്നത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ആണ് ഏതെന്ന് പറഞ്ഞത്? ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോം. മൗസ് എന്നത് എങ്ങനെയുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്? പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ്.
ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഹബ്ബ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഹബ്ബ്. ഒരു സ്പ്രെഡ്ഷീറ്റില് സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിന് എളുപ്പമായിട്ട് ഉപയോഗിക്കുന്ന മാർഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സ്പ്രെഡ്ഷീറ്റിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നത്. ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ ഉപയോഗിക്കുന്നത് വയർലെസ് റിപ്പീറ്റർ ആണ്. വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വയർലെസ് റിപ്പീറ്റർ ആണ്. വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ ഉപയോഗിക്കുന്നത്. സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നതിന് പറയുന്ന പേര് വോയൂറിസം എന്നാണ്. വോയൂറിസം എന്നാണ് സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത്. സഫാരി എന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. വെബ് ബ്രൗസർ. PDF-ന്റെ പൂർണ്ണ രൂപം പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ്. PDF പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം ആണ് ജെമിനി. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം ജെമിനി. മൈക്രോഫോൺ എന്നത് ഒരു ഇൻപുട്ട് ഉപകരണം ആണ്. ഹെഡ്ഫോൺ, സ്പീക്കർ, സൗണ്ട് കാർഡ് എന്നിവ ഔട്ട്പുട്ട് ഉപകരണം. ഹെഡ്ഫോൺ, സ്പീക്കർ, സൗണ്ട് കാർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് വാൻ എന്ന് പറയുന്നത്. IoT എന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ഷോർട്ട് ഫോം ആണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ വിവര സാങ്കേതിക നിയമത്തിലെ ഏത് വകുപ്പ്? 66A. ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ 66A എന്ന വകുപ്പാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ആണ് NIC. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് NIC. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വിവിധ പതിപ്പുകളാണ് പാന്തർ, ചീറ്റ, പ്യൂമ, ജാഗ്വാർ. പാന്തർ, ചീറ്റ, പ്യൂമ, ജാഗ്വാർ. മെറ്റാഡേറ്റ, ശീർഷകം, സ്റ്റൈൽ എന്നിവ കണ്ടെത്തുന്നതിനുള്ള HTML ടാഗ് ഏത്? മെറ്റാഡേറ്റ, ശീർഷകം, സ്റ്റൈല്. അതിനകത്ത് ഹെഡ് എന്ന് കൊടുക്കുമ്പോഴാണ് ഏത് വരുന്നത്? മെറ്റാഡേറ്റ, ശീർഷകം, സ്റ്റൈൽ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് HTML ടാഗ്. സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏത് വകുപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 66F-ലാണ് സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ പറ്റി പ്രതിപാദിക്കുന്നത്. BCC എന്നതിന്റെ പൂർണ്ണ രൂപം ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. ബ്ലൈൻഡ് കാർബൺ കോപ്പി. വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് HTML ആണ്. വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ്. ഫയർഫോക്സ് എന്നത് വെബ് ബ്രൗസർ ആണ്. ഫയർഫോക്സ് എന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. പ്ലോട്ടർ എന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ജോയിസ്റ്റിക് എന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടർ തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും യൂസ് ചെയ്യുന്നു. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ ഡാഷ് നിർദ്ദേശം അയക്കുകയുള്ളൂ. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ ഹബ്ബും സ്വിച്ചും ആണ് ഓപ്ഷൻസ് വരുന്നത്, ഏത് വരണം? സ്വിച്ച് ആണ്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശങ്ങൾ അയക്കുകയുള്ളൂ. ഡാഷ് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലേക്ക് ഉള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. ഹബ്ബ് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്നു. അതേസമയം സ്വിച്ച് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിവരങ്ങൾ കൈമാറേണ്ടത് സ്പെസിഫിക് ആയിട്ടുള്ള, നമ്മളിപ്പോ ഫാനിന്റെ സ്വിച്ച് ഇട്ടാൽ ഫാൻ മാത്രമേ കറങ്ങത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ നെറ്റ്വർക്കിനകത്ത് സ്വിച്ച് പ്രവർത്തിക്കുന്നത്. കറസ്പോണ്ടിങ് ഏത് ഉപകരണമാണോ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് മാത്രമേ നിർദ്ദേശങ്ങൾ അയക്കത്തുള്ളൂ. പക്ഷെ ഹബ്ബ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ വീട്ടിലെ മെയിൻ ആയിട്ടുള്ള എല്ലാം കൂടെ വരുന്ന ഒരു മെയിൻ സ്വിച്ച് വരത്തില്ലേ? അതായത് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ ലൈറ്റും കത്തുന്ന ഒരു സ്വിച്ച് കാണത്തില്ലേ? അതുപോലെയാണ് ഈ ഹബ്ബ് പ്രവർത്തിക്കുന്നത്. അതായത് എത്ര നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ളോ കമ്പ്യൂട്ടർ ഉണ്ടോ അത്രോത്തിലേക്കും വിവരങ്ങൾ കൈമാറുന്നു. അതാണ് ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസം. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉറപ്പുള്ള ഇപ്പൊ എല്ലാത്തിനകത്തും 2 എണ്ണം വെച്ചൊക്കെയാണ് ഇത് ചോദിക്കുന്നത്. കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെച്ചാൽ ഈസി ആയിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ കമ്പ്യൂട്ടർ ഐരാവത് ആണ്. ഐരാവത്.
സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് എം സേവനം എന്ന് പറയുന്നത്. എം സേവനം സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എം സേവനം. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഐഡന്റിറ്റി തെഫ്റ്റിനുള്ള ശിക്ഷ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ആണ്. ഐഡന്റിറ്റി തെഫ്റ്റിനുള്ള ശിക്ഷ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. സൈബർ ഭീകരതയ്ക്ക് നമ്മൾ സൈബർ ഭീകരത മുമ്പേ പറഞ്ഞു 66F. ഇത് വേറൊരു ചോദ്യത്തിനകത്ത് എഗെയിൻ ആ ഒരു പോയിന്റ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈബർ ഭീകരതക്ക് ജീവിത അവസാനം വരെ തടവ് ലഭിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് എന്ന് പറയുന്നത് ബ്ലിങ്ക് എക്സ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബിന് പറയുന്ന പേര് ബ്ലിങ്ക് എക്സ്. ഒരു പൊതുലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേരാണ് ഗ്രിഡ്. ഒരു പൊതുലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേര് ഗ്രിഡ്. നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ നിലവിൽ വന്നത് 2019 ഓഗസ്റ്റിലാണ്. നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ നിലവിൽ വന്നത് 2019 ഓഗസ്റ്റില്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ. അപ്പൊ അവിടെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ. നിലവിൽ വന്നത് 2019 ആണ്. വെബ് ഡിസൈനിങ്ങിൽ HTML ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നിട്ടാണ് അതിന്റെ ഫുൾ ഫോം പറയുന്നത്. അതായത് നമ്മൾ വെബ് ഡിസൈനിങ്ങിൽ HTML ടാഗുകൾക്കും ആട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം, ഇപ്പൊ നമ്മൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയാലും ഈ പറയുന്ന നമ്മൾ ടാഗ് ഒക്കെ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകളായാലും റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സംവിധാനമാണ് CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? ബൂട്ടപ്പ് പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറിയാണ്. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി റീഡ് ഓൺലി മെമ്മറി, റോം. 50ാമത്തത്, ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഏതെന്ന് പറയുന്നത്? ഇന്റർപ്രറ്റർ. കമ്പൈലർ എങ്ങനെയാണ്? കംപ്ലീറ്റ് ആയിട്ട്, കമ്പൈലറിന് ആ പേരിനകത്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് ഒരു 10 പേജ് ഉണ്ടെങ്കിൽ 10 പേജും ഒരുമിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇതാണെങ്കിൽ എന്താണ്? ഇന്റർപ്രറ്റർ ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതാണ് ഹൈ ലൈൻ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരി ലൈൻ ബൈ ലൈൻ ആയിട്ട് പരിവർത്തനം ചെയ്യുന്നു ഇന്റർപ്രറ്റർ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മൾ അപ്ലോഡ്. കൂടുതലും നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പലതും നിങ്ങളുടെ ബ്രെയിൻ അങ്ങോട്ട് മാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഞാൻ ലൈവില് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ പിള്ളേരോട് ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് പലർക്കും പലതും ആൻസേഴ്സ് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും, കുറച്ചുകൂടെ നമുക്ക് മെമ്മറിയിൽ കിട്ടും. പലതും നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഇല്ലാതെ ഒന്നിലേക്കും പോകാൻ പറ്റത്തില്ല, ഇതിനുള്ള രീതിയിലേക്ക് വരും. സോ അതുകൊണ്ട് കമ്പ്യൂട്ടറൊക്കെ ഈ രീതിയിൽ പഠിക്കുന്നതായിരിക്കും കുറച്ച്, അതായത് ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ഈ രീതിയിൽ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ. കാര്യം സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ, പണ്ടത്തെയൊക്കെയുള്ള വൺ വേർഡ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഇപ്പോഴത്തെ ചോദ്യങ്ങളൊക്കെ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഓരോ സിമ്പിൾ ബൈ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പിന്നെ എന്താ നമ്മുടെ ബ്രെയിനിലേക്ക് അത് ഫീഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. മനസ്സിലായോ? അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.